എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വഴി കൂടെയൊക്കെ എവിടേക്കാണെന്നായിരിക്കും വിചാരിക്കണം. ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ പോവാം. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് അവിടെയൊക്കെ പോയി കണ്ടിട്ട് വരാം. പ്രത്യേകിച്ച് ഒരു വോയിസ് ഒന്നും വേണം തോന്നുന്നില്ല. ഒത്തിരി പോസിറ്റിവിറ്റി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന ഈ റൂഫ്സൊക്കെ പോലെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾക്കിങ്ങനെ റെസ്റ്റ് പ്ലേസസ് ആണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് ബീച്ചിലേക്ക്. ഒരു സൈഡ് ഫുൾ ഗ്രീനറി, ഒരു സൈഡ് ഫുൾ നല്ല ബ്ലൂയിഷ് കളറിലായിട്ട് നല്ലൊരു സ്ഥലം. അവിടെ ചെറിയൊരു ഗേറ്റ് പോലെയുണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബീച്ച് ഏരിയയിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രൈവറ്റ് ബീച്ച് ഏരിയ ആണ് കേട്ടോ. ഈ യന്ത്ര റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചാണ്, ഓപ്പൺ ടു പബ്ലിക് അല്ല. അപ്പോൾ അവിടെ വരുന്ന ഗസ്റ്റിനും അവിടുത്തെ ഉള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നത്. ചേട്ടൻ്റെ പേര് പറഞ്ഞേ? എൻ്റെ പേര് രാമദാസ്. ചേട്ടനിവിടെ എത്ര നാളായി? ഞാനിവിടെ ഒരാഴ്ചയായിട്ടുള്ളൂ. ഒരാഴ്ചയായിട്ടുള്ളൂ. ഇവിടുത്തെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ഏരിയയാണ്, അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നല്ല അടിപൊളി സീനറിയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെ ആട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അച്ഛന് കുറച്ച് തിരക്കൊക്കെ ആയപ്പോൾ രാംദാസ് ചേട്ടനായിരുന്നു അവിടെ കമ്പനി തന്നത്. നാളെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ കുറച്ച് ബീച്ചിൻ്റെ ഏരിയയിലേക്കൊക്കെ പോയി. അവിടെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കില്ല, പബ്ലിക്കിലേക്ക് ഓപ്പൺ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പ്രൈവറ്റ് ഏരിയ ആണ് നമ്മളത്. പക്ഷേ അവിടെ കടന്നു, അതുകൊണ്ട് തന്നെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. നല്ല സേഫായിട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമുക്കിങ്ങനെ മാരേജ് ഫോട്ടോഷൂട്ട്സിനും പിന്നെ സേവ് ദ ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കും ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കാറുണ്ട്, അവൈലബിലിറ്റി അനുസരിച്ചെന്നാണ് അവിടെ കേട്ടത് കേട്ടോ. നല്ല സ്ഥലമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് എടുത്തതാട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായാലും ക്യാമറ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ അതൊന്ന് ഷൂട്ട് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. നമുക്കിനിയും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.